അമ്മയ്ക്ക് അച്ഛനെയും മോളെയും കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്ത് ചെയ്യാനാ? ഇതോട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ആൾക്കാരെ കൂട്ടി മധ്യസ്ഥം പറയുന്നത്. രണ്ടിലും ഈ കുട്ടി നമ്മളെ ചതിച്ചല്ലോ എന്ന് അച്ഛനെ കാണാം. ഈ 5 വയസ്സുകാരി കുട്ടീൻ്റെ മേലാണ് അമ്മയ്ക്ക് വെറുപ്പ് കൂടുതലായത്. ഈ കുട്ടി ഒരു വാക്ക് എനിക്ക് അച്ഛൻ വേണ്ട, അമ്മ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സുഖമായിരുന്നു. നമ്മൾ അമ്മേൻ്റെ അടുത്ത് പോയിക്കൂടെ? നമ്മൾക്കെന്താ ആരുമില്ലേ? അമ്മയും ആങ്ങളെയും അനിയത്തിയും എല്ലാവരും ഉണ്ടല്ലോ. നമ്മൾ ഇവൻ്റെ കൂടെ ജീവിക്കണ്ടല്ലോ. ഇവൻ്റെ അടിയും കുത്തും ഇവൻ്റെ ആട്ടലും തുപ്പലും കേട്ടിട്ട് എന്തിനാ അവൻ്റെ കൂടെ നിൽക്കുന്നത്? നമ്മളെന്താ ഇവിടെ അധ്വാനിച്ച് കൊണ്ടു കൊടുത്തിട്ട് വെറുതെ വീട്ടിൽ റാണി പോലെ സുഖിച്ച് ജീവിക്കുന്നതാ? നായിനെ കാണാൻ കേവലമായിട്ട് നയിക്കുന്നില്ല ഇവിടെ. ഇങ്ങനെ ഒരു ജീവിതമായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അടുക്കളയിൽ നിന്നിട്ട് അമ്മ ഇങ്ങനെ പാത്രങ്ങളൊക്കെ ഇട്ട് പൊളിക്കുന്നു. അച്ഛനും മോളും ഖമാന്നൊരക്ഷരം ഉണ്ടെന്നില്ല. മിണ്ടിയാൽ അങ്ങോട്ട് എറിയുന്ന പാത്രം ഇങ്ങേക്ക് വരൂലേ? ഇവിടെ മോന്തൊന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാം അപ്പടം പൊട്ടിപ്പോവില്ലേ? സ്പീഡിലല്ലേ വരുക, അവിടെ നിന്ന് 100 സ്പീഡിലാണ് വരുക പാത്രം എറിഞ്ഞ് വിട്ടാൽ. അതിന് പേടിച്ചിട്ട് ഒന്നും അനങ്ങിയില്ല. ഇങ്ങനെ പറയട്ടെ, അച്ഛൻ പറയുന്നു, സെൽവിനോട് അച്ഛൻ പറയുന്നുണ്ട്, ഒന്നും അനങ്ങണ്ട, ഓളിങ്ങനെ പറഞ്ഞോട്ടെ. പറഞ്ഞ് വായി വേദനയായിക്കഴിഞ്ഞാൽ ഓളങ്ങ് നിർത്തും. നമ്മളൊന്നും അനങ്ങണ്ട. അവിടെ ചെവിട്ടിൻ്റെ ഉള്ളിൽ പഞ്ച് കയറ്റിക്കോ, ഞാനും ലേശം വെച്ചോളാം. എന്നാലേ ഓളെന്ത് പറഞ്ഞാലും നമ്മൾ ചെവിട്ടി കിടക്കൂല, മിണ്ടാണ്ട് അവിടെ ഇരിക്കാം എന്ന് അച്ഛൻ പറഞ്ഞു. ചെവിട്ടിൽ പഞ്ഞും വെച്ചിട്ട് അവിടെ കുത്തിയിരിക്കുന്നു. അമ്മ ഏറിയതും ഇനി എന്താ പറയണ്ടേ? ഒന്നുമില്ല പറയാൻ, എല്ലാം പറഞ്ഞ് അന്ന് പണിക്ക് പോയില്ല. പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് വീട്ടിൽ പണി ഉണ്ടല്ലോ എല്ലാം എടുത്തിട്ട് അവിടെ ഇരിക്കും. വൈകുന്നേരം വരെ പറയുന്ന അമ്മ. ഈ അച്ഛനും മോളും ഒന്നും അനങ്ങുന്നില്ല. പിറ്റേന്നാൾ നേരം വെളുത്ത് പണിക്ക് പോകാൻ തുടങ്ങി. അമ്മ വെറുപ്പായിട്ട് കുട്ടീനോട് സംസാരിക്കാൻ തുടങ്ങി. വെറുപ്പ് കാട്ടുന്നു. അന്നേരം എന്നും പോകുമ്പോൾ ഒരു 50 പൈസ കയ്യിൽ തരുത്തുണ്ട്. അന്ന് വെറുപ്പിൽ തന്നിക്കില്ല, 50 പൈസ തന്നിട്ടില്ല. അമ്മ പണിക്ക് പോയി. അവിടെയുള്ള എല്ലാ വീട്ടിലും കുട്ടികളുണ്ടല്ലോ, എല്ലാ അച്ഛനും അമ്മയും പണിക്ക് പോകുമ്പോൾ കുട്ടിയൊക്കെ ഒരു 50 പൈസ കൊടുക്കൽ അടുത്ത പതിവാണ്. അത് 50 പൈസ എന്ന് പറഞ്ഞാൽ അന്നെല്ലാം ഒരു വലിയ പൈസയാണ്. അത് 50 പൈസയ്ക്ക് കുറേ കിട്ടും. എന്തെന്നാ കടല മുട്ടായി കിട്ടും, ഓറഞ്ച് മുട്ടായി കിട്ടും, തേൻ മുട്ടായി കിട്ടും, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, ബൂട്ടി കിട്ടും. ഈ 50 പൈസ കൊണ്ട് ഇത്രയും സാധനം വാങ്ങാൻ പറ്റുമെന്ന്. ഇന്ന് 50 പൈസ ഇല്ല, അന്ന് 50 പൈസ എന്ന് വെച്ചാൽ അത്രയും വിലയായിന്. എന്നിട്ട് 50 പൈസ അമ്മ തന്നില്ല. അമ്മയെ ദേഷ്യത്തിലൊക്കെ അല്ല, അമ്മ അങ്ങ് പോയി. പിന്നെ ഇവിടെ കുട്ടികളുണ്ടല്ലോ, കുട്ടികളെ കൂടെ ചേർന്ന് കളി തന്നെ. കളിച്ചിട്ട് ഇരിക്കുന്ന കുട്ടി ഇങ്ങനെ അച്ഛനെ പണിക്ക് കൂട്ടിയിട്ടില്ല. അമ്മ ഞാൻ ഒറ്റയ്ക്ക് പോന്നാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് റെയിലിൻ്റെ അടുത്ത് വരെ എത്തി. അച്ഛൻ വേക്ക് പോയി. അടുത്തവരെ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നില്ല. പിന്നെ അങ്ങോട്ട് പോയിട്ട് ഒരുമിച്ച് പോയിട്ടുണ്ടാവും തോന്നുന്നു, അറിയില്ലല്ലോ അത്. വൈകുന്നേരം വരുമ്പോൾ രണ്ടാളും ഒരുമിച്ചാണ് വന്ന്. അന്നേരം ഒരുമിച്ചല്ലേ പോയിട്ടുണ്ടാവുക. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് കുട്ടീനെ നോക്കിയിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ വീർപ്പിച്ചു അമ്മ. അന്നേരം കുട്ടി ഒന്നും അനങ്ങിയില്ല. അമ്മേനെ പറ്റി അറിയാലോ, ദേഷ്യം വന്നാൽ അമ്മ ആരാന്നുള്ളത്. എന്നിട്ട് അവിടെ ഒരു കല്യാണി അമ്മയും ദേവയാനി ചേച്ചിയും ഇല്ലേ, ആ കല്യാണി അമ്മമ്മ എപ്പം വീട്ടിലുണ്ടാവും. വയസ്സായ ആളല്ലേ, പണിക്കൊന്നും പോകാൻ പറ്റൂലോ, എപ്പോഴും വീട്ടിലുണ്ടാവും. ആ ദേവയാനി ചേച്ചിയാണ്
പാറ പൊട്ടിക്കല ഒലിക്ക് പണി. ഒരു മാത്രം പോവാ പണിക്ക്. എന്നിട്ട് അമ്മ വരുമ്പോൾ കാണുന്നു ആ കല്യാണി അമ്മമ്മേൻ്റെ കൂടെ സെൽവി ഇരിക്കുന്നു. അമ്മ ഒന്നും അനങ്ങിയില്ല. അച്ഛൻ്റെ കയ്യിലുണ്ട് കുട്ടിക്ക് തിന്നാനുള്ള ഇതെല്ലാം പലഹാരങ്ങളൊക്കെ വാങ്ങി. അത് പതിവാണല്ലോ, ദിവസം കൊണ്ടുവരും. അത് എന്ത് അടിയാണെങ്കിലും എന്ത് കച്ചറയാണെങ്കിലും അത് ഒഴിവാക്കില്ല. അച്ഛൻ കൊണ്ടുത്തരും. അച്ഛൻ്റെ ഒരു ഇതാ അത്. എന്നിട്ട് അച്ഛൻ വന്ന് അത് അമ്മയ്ക്ക് വെറുപ്പല്ല കുട്ടീനോട്. അമ്മ സംസാരിക്കുന്നില്ല. അന്നേരം അച്ഛൻ പറഞ്ഞു, സെൽവി ഇതാ എനിക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാന്ന് പറഞ്ഞ്. അന്നേരം വാങ്ങി. അന്നേരം കുട്ടി അങ്ങോട്ട് ചോദിച്ചു അച്ഛനോട്, എന്താ അച്ഛാ അമ്മ എന്നോട് മിണ്ടില്ലല്ലോ, എന്നെ കണ്ടിട്ട് മുഖം വീർപ്പിച്ച് വെച്ചല്ലോ എന്ന് പറഞ്ഞ്. അതിന് അച്ഛൻ പറഞ്ഞ് ഷ് എന്ന് പറഞ്ഞ്. എന്താ എന്ന് ചോദിച്ചു കുട്ടി. ഒന്നും മിണ്ടണ്ട, ഓള് വലിയ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഓള് കോമരം തുള്ളിക്കളയും. അച്ഛൻ തന്നെ മദ്യപിക്കാണ്ട് വന്നഞ്ഞ് കണ്ടില്ലേ, ഓള് ഭദ്രകാളിയാ, ഓളെടുത്ത് നിൽക്കാൻ പറ്റൂല. ഒന്നും അനങ്ങണ്ട, ഇനി മിണ്ടാണ്ട് പോയിട്ട് കുളിച്ചിട്ട് അതങ്ങ് തിന്നോട്ടോ, അമ്മയ്ക്ക് വേണമെന്നൊന്നും ചോദിക്കല്ലേ, അത് മതി, അപ്പാടും പറിച്ചീന്തി കളയും എന്ന് അച്ഛൻ പറഞ്ഞു. ഒന്നും അനങ്ങിയില്ല കുട്ടി. അന്നേരം അത് വാങ്ങി അകത്ത് കൊണ്ടാച്ച് പോയി കുളിച്ചിട്ട് വന്ന് വേണ്ട ഇത് എടുത്തിട്ട് കഴിച്ച്. അമ്മേനോട് വേണമെന്നൊന്നും ചോദിച്ചിട്ടില്ല. അമ്മ അവിടുന്ന് അടുക്കള പണിയെടുക്കല്ലേ. എന്നിട്ട് മിണ്ടാണ്ട് പുറത്ത് വന്ന് അച്ഛൻ പുറത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കല്യാണി അമ്മമ്മയും വന്ന്. ഒരേ മുറ്റം തന്നെയല്ലേ, ഒരേ മിറ്റ, രണ്ട് വീടിനും കൂടിയിട്ട് ഒരേ മിറ്റ. ഇവിടെ തുമ്മിയാൽ അങ്ങോട്ട് വെക്കും, അവിടെ തുമ്മിയാൽ ഇങ്ങോട്ട് വെക്കും. അത്ര അടുത്തുള്ള വീടാണ്. എന്നിട്ട് കല്യാണി അമ്മമ്മയും അച്ഛനും ഇരിക്കുന്നുണ്ട്, സെൽവിയും ഉണ്ട് അവിടെ. അപ്പോൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ഭക്ഷണമെല്ലാം അമ്മ സ്പീഡിലാക്കും. എന്ത് പണിയാണെങ്കിലും വീട്ടിലെ പണി സ്പീഡായിരിക്കും, ഭയങ്കര വൃത്തിയായിരിക്കും. അതൊക്കെ പറയാൻ നല്ല ഇതാ. പക്ഷെ എന്താ സ്വഭാവമാണ് ഇങ്ങനെയായിപ്പോയത്. ഒന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല, അയാൾ പറഞ്ഞത് അനുസരിക്കണം. അമ്മ ഒരു കാര്യം പറഞ്ഞോ, അതെല്ലാവരും ഒരു 100 ആൾക്ക് നോക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ അമ്മയ്ക്കത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ 100 ആളും കൂടെ അത് ശരിയാണെന്ന് പറയണം. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വെറുപ്പാ, ദേഷ്യം വരും. അങ്ങനെയാണ് അമ്മേൻ്റെ ഒരു സ്വഭാവം. അതിന് ഇപ്പോൾ പുറത്തുള്ള ആളനുസരിക്കുമോ? അച്ഛനും മോളും അനുസരിക്കും. അത് വീട്ടിലല്ലേ, അകത്തല്ലേ, എന്താ ചെയ്യുക എന്ന് വെച്ചിട്ട് ഒരു ഗതി ഇല്ലല്ലോ, പിന്നെ അനുസരിച്ചല്ലേ പറ്റുമോ. അങ്ങനെ എന്നിട്ട് 8 മണിക്ക് ചോറായില്ലേ, അമ്മ പറഞ്ഞ് എന്താ എല്ലാം വെച്ച് വിളമ്പി. ഒരാൾക്കിവിടെ ചോറൊന്നും വേണ്ടേ, വേണമെങ്കിൽ തിന്നാൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം വെച്ച് വിളമ്പിയിട്ട് ഓരോരുത്തരായിട്ട് പോയിട്ട് കാല് പിടിക്കാൻ പറ്റില്ല. തിന്നോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വേണ്ടിയിട്ടല്ലല്ലോ തിന്നുന്നത്, വേണമെങ്കിൽ തിന്നാൽ മതി. ഞാൻ കൊടുക്കാൻ പോവാ, ആവശ്യമുണ്ടെങ്കിൽ തിന്നുക, ഇല്ലെങ്കിൽ എല്ലാം രാവിലെ വലിച്ചെറിയും ഞാൻ കണ്ടത്തിലേക്ക് എന്ന് പറഞ്ഞ്. അന്നേരം മിണ്ടാണ്ട് അച്ഛനും മോളും പോയി അവിടെ ഇരുന്ന്. അന്നേരം ചോറ് വിളമ്പിത്തന്ന് ചോറ് കഴിച്ച് പിറ്റേ നാളായി. അതേപോലെ പണിയെല്ലാം കഴിച്ചിട്ട് പണിക്ക് പോയി. അന്ന് പോകുമ്പോൾ അമ്മ കുട്ടീനോട് വെറുപ്പല്ലേ, 50 പൈസ നിർത്തിക്കളഞ്ഞ് അച്ഛൻ കൊടുത്തു 50 പൈസ. 50 പൈസ കയ്യിൽ കിട്ടി. ഇത് ഈ കുട്ടിക്കൊരു ശീലം, മറ്റവരെ പോലെ ഒരു പൈസ കിട്ടിയാൽ അന്നേരം അത് ഇല്ലാണ്ടാക്കൂല. വീട്ടിൽ ഒരു പൗഡറിൻ്റെ ടിന്നുണ്ട്, അത് തുളച്ച് വെച്ചിട്ടുണ്ട്. പോൺസ് പൗഡറിൻ്റെ ടിന്നാണ് അത്. അടിയിൽ തുളയിട്ട് ഒരു കോയിൻസ് അകത്ത് കിടക്കുന്ന പോലെ ഒരു തുളയാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട്. ഈ ദിവസം കിട്ടുന്ന ഈ 50 പൈസ ആ പൗഡറിൻ്റെ ടിന്നിൽ ഇട്ട് വെക്കും. അന്ന് തൂത്തി വാങ്ങാനൊന്നും പൈസ ഇല്ലല്ലോ, അതിലിട്ട് വെക്കും ആ പൈസ. അങ്ങനെ ദിവസം 50 പൈസ കിട്ടുന്നത്. അന്ന് കാലത്ത് 10 പൈസ 5 പൈസയൊക്കെ ഈ അലുമിനിയത്തിൻ്റെ പൈസയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടുന്നതൊക്കെ അതിൽ തള്ളി വെക്കും ഈ കുട്ടി.
എന്നിട്ട് അച്ഛൻ കൊടുത്ത 50 പൈസ അത് തൂത്തിയിലിട്ടിട്ട് പിന്നെ കുട്ടിക്ക് തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ വീട്ടിൽ. പിന്നെ പോയിട്ട് 50 പൈസയ്ക്ക് മുട്ടായി ഒന്നും വാങ്ങണ്ടല്ലോ, വെറുതെ എന്തിനാ 50 പൈസ പൊക്കിക്കളയുന്നു എന്ന് വിചാരിച്ചിട്ടാണ് കുട്ടി കൊണ്ടാച്ചത്. എന്നിട്ട് ഇവർ പണിക്ക് പോയി. കുട്ടി അവിടെ വേറെയും കുട്ടികളുണ്ടല്ലോ, അവരെ കൂടെ ഇങ്ങനെ കളിക്കുന്നു. എന്നിട്ട് അതേപോലെ ഇവർ കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ കുറേ കുട്ടികളില്ലേ, എല്ലാവരും കൂടിയുണ്ട് ഇങ്ങനെ അവിടെ കളിക്കുമ്പോൾ അവിടെ അടുത്ത് റെയിലിൻ്റെ അപ്പുറത്തൊരു സ്കൂളുണ്ട് 4 വരെയുള്ള. അവിടെ സ്കൂളും കഴിഞ്ഞിട്ട് കുട്ടികളും വരുന്നുണ്ട്, ടീച്ചറും മാഷും വരുന്നുണ്ട്. അപ്പോൾ മാഷും ടീച്ചറും ഇങ്ങനെ നോക്കി. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.